Welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാം. സ്നാക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു സ്നാക്കായിരിക്കും ഇത്. ബീൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള ബീൻസ് ഫ്രൈ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. പുറം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, എന്നാൽ അകത്ത് ആ ബീൻസൊക്കെ വെന്ത് നല്ല കറക്റ്റ് പാകമായിട്ടിരിക്കും. അപ്പം ആരും അത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കി കാണില്ല. വെണ്ടയ്ക്ക വെച്ചിട്ടും അതുപോലെ ചെയ്യാം, എങ്കിലും ബീൻസിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. നമുക്ക് സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്രിസ്പി ബീൻസ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കിത് മുക്കി വറുക്കാനുള്ള ഒരു ബാറ്റർ മാവ് റെഡിയാക്കണം. അതിനായിട്ട് 1.5 കപ്പ് മൈദ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ ഫ്ലേവറിന്. ഒത്തിരി എരിവ് ഇതിന് ആവശ്യമില്ല, നമുക്ക് ചെറിയൊരു എരിവ് മതിയാവും. കാരണം അങ്ങനെ ഒത്തിരി എരിവ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് അത്ര അറിയില്ല. അപ്പോൾ ഒരു ചെറിയ എരിവിന് വേണ്ടി മാത്രം മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ചില്ലി സോസാണ്. ഞാൻ റെഡ് ചില്ലി സോസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ കളറിലെ ചില്ലി സോസും ചേർക്കാം, കുഴപ്പമില്ല. പിന്നെ ഇതിനകത്തേക്ക് 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ പോരാത്ത വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു മാവായിട്ട് നമുക്ക് കലക്കിയെടുക്കണം. അപ്പോൾ ഒത്തിരി ലൂസായി പോകരുത്. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബീൻസിൻ്റെ മേളിലൊരു കോട്ടിങ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഈ മാവ് കലക്കിയെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം കുറേശ്ശെ ചേർത്തിട്ട് ഒരു ഫോർക്ക് വെച്ചെങ്ങാനും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ വേണം എപ്പോഴും ഇതിൻ്റെ ബാറ്റർ ഇരിക്കാനായിട്ട്. അല്ലെങ്കിൽ ഒത്തിരി കട്ടിയായാലും ശരിയാവില്ല, കട്ടി കുറഞ്ഞാലും ശരിയാവില്ല. അപ്പോൾ ഈ ഒരു കട്ടിയിൽ കലക്കിയെടുത്തിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാവ് മാറ്റി വയ്ക്കാം. ഇത് പരന്ന പാത്രത്തിൽ എടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് ഇത് ബീൻസ് അതിൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പരന്ന പാത്രത്തിൽ എടുക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിൽ അതേപോലെ തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയോ കോൺഫ്ലോറോ യൂസ് ചെയ്യാം, പക്ഷേ മൈദയാണ് കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുക്കണം. ഞാനൊരു 3 പീസ് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു പരന്ന പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബീൻസാണ്. ഒരു 1/4 കിലോ, അതായത് 250 ഗ്രാം ബീൻസ്. വലിയ നീളമുള്ള ബീൻസ് അല്ലേ, അപ്പോൾ ഞാൻ 2ആയിട്ട് മുറിച്ച് അതിൻ്റെ അറ്റമൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലെപ്പോഴും കഴുകി ഉടനെയാണ് ഇത് എടുക്കേണ്ടത്. അതിൽ വെള്ളം കളയരുത്, പുറത്ത് ഒരു വെള്ളത്തിൻ്റെ കോട്ടിങ് ഉണ്ടാവണം. ആ രീതിയിൽ ഒന്ന് കഴുകി വാരിയെടുക്കുക. അപ്പം നനവോടെ വേണം ബീൻസ് എടുക്കാനായിട്ട്. എന്നിട്ട് ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന മൈദയുടെ പൊടിയിലേക്ക് ഈ ബീൻസ് ഒന്ന് മുക്കുമ്പോഴേക്കും അത് നന്നായിട്ട് അതിൽ കോട്ടായി കിട്ടും. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതുപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള കോട്ട് അതിലുണ്ടാവും. അപ്പോൾ തീരെ ലൂസായിട്ട് നമ്മൾ മാവ് കലക്കി കഴിഞ്ഞാൽ അതിലേക്ക് പിടിക്കില്ല. ഒത്തിരി കട്ടിയായാലും അത് ശരിയാവില്ല, ആ ബീൻസിൽ നിന്ന് വിട്ടുപോരും. അതിനുശേഷം അവസാനം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലും കൂടെ ഇതുപോലെ കോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് ഓരോ ബീൻസ് ഇതുപോലെ കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. വേഗം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇത് മുക്കി വെച്ചാൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാവ് കലക്കുന്ന സമയത്ത് തീരെ ലൂസും ആയി പോകാൻ പാടില്ല, ഒത്തിരി കട്ടിയായി പോകാൻ പാടില്ല. ഇത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പാനിൽ എണ്ണ നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല.
എന്നിട്ട് നമുക്ക് എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്കിത് ബീൻസ് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒത്തിരി ചൂടായി പോകരുത്, ഒത്തിരി നല്ലതായിട്ട് ചൂടായിരിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് പുറം കരിഞ്ഞു പോവും, ഉള്ളിൽ ബീൻസ് വേകാതെ ഇരിക്കും. അപ്പം തീ അല്പം കുറച്ച് വെച്ചിട്ട് ചെറിയ ചൂടിൽ വേണം നമ്മളിതിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. തീ കൂട്ടുകയേ ചെയ്യേണ്ട കാര്യമില്ല. ഒരു മീഡിയം തൊട്ട് ലോ തൊട്ട് മീഡിയം ഫ്ലെയിം വരെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിത് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട്. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, പുറം നല്ല ക്രിസ്പി. നമ്മൾ KFC ചിക്കൻ കഴിക്കില്ലേ, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞ് കിട്ടും. കുറച്ച് നേരത്തേക്ക് അതങ്ങനെ മൊരിഞ്ഞിരിക്കും, അല്ലാതെ പെട്ടെന്ന് തന്നെ അങ്ങ് തണുത്ത് പോകത്തുമില്ല. അപ്പം നല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാം. ഇത് സോസും കൂട്ടി അതുപോലെ തന്നെ മയോണൈസ് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. പലതരം മയോണൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്, 3 തരം മയോണൈസിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ബീൻസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ ചായയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.